പറ്റിക്കാണോ ചോദിച്ചു. അപ്പോൾ പറ്റിക്കപ്പെടും എന്നുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് ബാഡ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ സമയം പോവോ, പൈസ പോവോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വൈഷ്ണവിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നല്ല സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഡിഗ്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സ് വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യും വേണം, എന്നാൽ നമുക്ക് നല്ലൊരു ജോലിക്ക് പോകാനായിട്ടുള്ളതാവണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത് കേട്ടോ. ഞാൻ ഇതിന് മുൻപ് ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞതാണ്, ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് ഞാൻ. പക്ഷെ ഇപ്പോൾ ബേബിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു ടച്ച് വിട്ടു. അപ്പോൾ ചുമ്മാ വീട്ടിലിരിക്കുകയല്ലേ എന്ന് കരുതിയിട്ട് നല്ലൊരു കോഴ്സ് നോക്കി പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ആയിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴെപ്പോഴും നമ്മുടെ ഇൻസ്റ്റഗ്രാം തുറന്നാലും അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഒക്കെ തുറക്കുമ്പോൾ ഒരുപാട് കോഴ്സുകളുടെ ആഡുകൾ ഇങ്ങനെ കാണാറുണ്ട്. അതുപോലെ ടി വിയിലായാലും ഒരുപാട് കോഴ്സുകളുടെ ആഡുകൾ കാണാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനൊക്കെ ഏത് തിരഞ്ഞെടുക്കും എന്ന് ആലോചിച്ച് അവസാനം ഒരുപാട് സെർച്ച് ചെയ്തതിനു ശേഷം ഞാൻ തീരുമാനിച്ചു ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒന്നും കൂടെ ചാൻസ് കൂടുതലാണ്, അതുപോലെ ഒരുപാട് പേര് ഈ കോഴ്സ് പഠിക്കുന്നുണ്ട്, നല്ലതാണ് എന്നൊക്കെ ഞാനിങ്ങനെ കേട്ടപ്പോൾ അത് ചേരാമെന്ന് വിചാരിച്ചു. അപ്പം അത് സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് കാണുന്നത് ISSD എന്ന് തന്നെയാണ് കേട്ടോ. ഒരുപാട് ആഡുകൾ കാണുന്നുണ്ട്. അപ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പരസ്യങ്ങളൊക്കെ കാണുമ്പോഴും ഞാനിങ്ങനെ അതിൻ്റെ കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പം നല്ലതാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു. അപ്പം ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തു കേട്ടോ. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതെങ്ങനെയാണ്, കോഴ്സ് എങ്ങനെയാണ്, ഫീസ് എങ്ങനെയാണ്, എത്ര മാസം ഉണ്ട്, അതുപോലെ തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ജോലികൾ കിട്ടും, അതുപോലെ ഏതൊക്കെ ഈ ഒരു ഫീൽഡിനെ പറ്റി പല കാര്യങ്ങളും അവർ നമുക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞു തന്നു കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ഇതിലോട്ട് ജോയിൻ ചെയ്യുന്നത്. ആദ്യം തന്നെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കൊന്നുമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി നമ്മളോട് അവർ പ്രത്യേകം പറയും. അപ്പം ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു, വീട്ടിലൊക്കെ ചോദിച്ചു. അപ്പം എല്ലാവർക്കും താല്പര്യമുണ്ട്, കുഴപ്പമില്ല, പഠിച്ചോ എന്ന് പറഞ്ഞപ്പം ഞാൻ എന്തായാലും ചേർന്ന് കഴിഞ്ഞപ്പോഴും എനിക്ക് പിന്നെ ഒരു ടെൻഷൻ, നല്ലതാണോ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു ആഡ് കണ്ടിട്ട് ചേർന്നതല്ലേ, പിന്നെ ഓൺലൈനല്ലേ, അതുകൊണ്ട് നല്ലതാണോ, നമ്മുടെ പൈസ പോവോ, അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷൻ വന്നു. നമ്മുടെ സമയം പോവോ, പൈസ പോവോ. പിന്നെ ഇപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിലിരിക്കുകയാണ്, ബേബി ചെറുതാണ്, അതുകൊണ്ട് പോയി പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല, നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ തന്നെ വേണം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ യൂട്യൂബിലൊക്കെ ഒന്നും കൂടി സെർച്ച് ചെയ്ത് നോക്കി, ആരുടെയെങ്കിലും എന്തെങ്കിലും റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഞാനൊരു യൂട്യൂബറുടെ വീഡിയോ കണ്ടിട്ടോ. എന്താ അവരുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവരുടെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയതാണ്. പക്ഷെ അവർ പറയുന്ന ആ വീഡിയോയിൽ മൊത്തം അവർ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അവരിത് പഠിച്ചുകൊണ്ട് അവർക്ക് കാര്യം ആദ്യം ഉണ്ടായി, പിന്നെന്തോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്ന് ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്, അങ്ങനെ ആ വീഡിയോയിലുള്ളത് ഈ ISSDനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നി, അയ്യോ വേണ്ടായിരുന്നു, ഇതിപ്പോൾ ജെനുവിനായിട്ട് പറയുന്ന പോലെയാണ് തോന്നുന്നത്, അതുകൊണ്ട് വേണ്ടായിരുന്നു എന്ന് തോന്നി എനിക്ക്. അപ്പോൾ പിന്നെ കോഴ്സ് അവരുടെ അടുത്ത് ഞാൻ കൗൺസിലറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ എന്താ അതിങ്ങനെ ഇനി ഞങ്ങളെ പറ്റിക്കുകയാണോ ചോദിച്ചു. അപ്പോൾ പറ്റിക്കപ്പെടും എന്നുള്ളൊരു തോന്നൽ എനിക്കപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ വന്നിട്ടോ. അറിയില്ലല്ലോ എന്താണ് കാര്യം എന്നൊക്കെ പറയുന്നവർ ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ചില ആൾക്കാർ നെഗറ്റീവ് പറയുന്നു, ചില ആൾക്കാർ പോസിറ്റീവ് പറയുന്നു. അതിപ്പോൾ ഏതൊരു വീഡിയോയുടെ താഴെ നോക്കുമ്പോഴും അങ്ങനെയാണല്ലോ, പലർക്കും പല ഒപ്പീനിയനാണ്. പക്ഷെ ഈ ഒരാൾ ജെന്യുവനായിട്ട് പറയുന്ന പോലെ തന്നെയാണ് ആളുടെ വീഡിയോ, ഒരുപാട് വ്യൂസ് ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ കുട്ടി ഇവിടെ പഠിച്ചിറങ്ങി പോയ കുട്ടി തന്നെയാണ്, ആ കുട്ടിക്ക് നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ കുട്ടി അവിടെ നിൽക്കാതെ അവിടുന്ന് അവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ്. പിന്നീടും വന്ന് പ്ലേസ്മെൻറ്റ് ചോദിച്ചപ്പോൾ ഒരു തവണ നമുക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ, പിന്നീടും വന്ന് പ്ലേസ്മെൻറ്റ് ചോദിച്ചപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ പറയുന്നത്. ലീഗലി ആ കുട്ടിയായിട്ട് കേസൊക്കെ മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് മോശമായിട്ട് പറയുമ്പോൾ അവർ അതിനനുസരിച്ച് പ്രതികരിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒരു പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരത് തള്ളിക്കളഞ്ഞതാണെന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അവരൊക്കെ വീഡിയോസ് കണ്ടിരുന്നു, നല്ല കാര്യങ്ങളും പറഞ്ഞു. അപ്പം എന്നാലും നമുക്ക് ടെൻഷനാണ്. അവരെന്തായാലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ
കീഴിലുള്ളവരെന്തായാലും അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി മോശം പറയില്ല, നല്ലതേ പറയുള്ളൂ. ഇത് പഠിച്ചിറങ്ങിയ ഒരാൾ പറയുന്നതാണ് അപ്പോഴും എനിക്ക് വിശ്വാസം. അവർ പറയുന്നതാണ് നല്ലതല്ല എന്നുള്ളൊരു മനസ്സിൽ ആ ഒരു ചിന്ത തന്നെയായിരുന്നു. പിന്നെ എന്തായാലും ഫുൾ പേയ്മെൻറ്റ് കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പം എന്തായാലും പേയ്മെൻറ്റ് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോഴ്സ് ജോയിൻ ചെയ്ത് ക്ലാസ്സൊക്കെ തുടങ്ങി. ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് 2 ടൈമുണ്ട്, 10 to 12, അതുപോലെ തന്നെ 2 to 4:15. അങ്ങനെയാണ് ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം ഷെഡ്യൂളാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ്സിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത് സ്റ്റെഫി എന്ന് പറഞ്ഞൊരു മിസ്സായിരുന്നു കേട്ടോ. മാമിൻ്റെ കാര്യം പറയുമ്പോൾ അത്രയും നന്നായിട്ട് നമുക്ക് എന്താണോ മിസ്സ് പഠിപ്പിക്കുന്നത് അത് അത്രയും നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഒന്നും നമുക്കൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ ക്ലാസ് ആണെന്ന് നമുക്ക് തോന്നിയില്ല. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പോയിട്ട് അതേ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന അതേ വൈബാണ് കേട്ടോ. കാരണം നമ്മൾ ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ അത്രയും നന്നായി മിസ് നമ്മളെ പഠിപ്പിക്കും. പിന്നെ പഠിക്കേണ്ടത് നമ്മളെ കടമയാണ്. അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഇതുപോലെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ ഭാഗത്ത് നമുക്ക് നല്ലോണം സപ്പോർട്ട് ഉണ്ടായിരുന്നു. പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ ടെസ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ പുറത്തുനിന്ന് വരെ മിസ് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യേണ്ടത് എങ്ങനെയാണ്, എല്ലാ സ്ഥാപനങ്ങളെ പറ്റിയിട്ടും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മിസ് ക്ലാസ് എടുത്ത് തന്നിരുന്നു. ക്ലാസ് അടിപൊളിയാണ്. ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് വരാം. കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല ക്ലാസ് ആയിരുന്നു സ്റ്റെഫി മാമിൻ്റെ. ഒരുപാട് ഫാക്കൽറ്റികളുണ്ട്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഫാക്കൽറ്റി സ്റ്റെഫി മാം ആയിരുന്നു. മാമിൻ്റെ ക്ലാസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് 4 മൊഡ്യൂളാണ് വരുന്നത്. ഈ 4 മൊഡ്യൂളിന് നമുക്ക് എക്സാം ഉണ്ടായിരിക്കും. 2 എക്സാം വീതം ഉണ്ടായിരിക്കും. ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെയിൻ എക്സാം ഉണ്ടായിരിക്കും. അതിൽ 4ലും പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്റർനാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റിനുള്ള ഒരു TUV SUD എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ 4 എക്സാമൊക്കെ സുഖമായിരുന്നു കേട്ടോ. എല്ലാം എഴുതി. ഞാനിപ്പോൾ എക്സാം കഴിഞ്ഞു, പാസ്സായി. ഇനി അടുത്ത TUV SUD എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റിസൾട്ടൊക്കെ വന്നു, ഞാൻ പാസ്സാണ്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളിലേക്ക് എന്തായാലും ഈ ഒരു വീഡിയോ എത്തിക്കാമെന്ന്. കാരണം ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞു, ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവർ ചിലപ്പോൾ ഈ കോഴ്സിനെ പറ്റി സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്ക് എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് കറക്റ്റ് സമയം എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നമുക്ക് എക്സാം ഉണ്ടായിരിക്കും. സ്റ്റെഫി മാമിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നമുക്ക് റിവിഷൻ ഒക്കെ നടത്തും. നമ്മൾ അത്രയും പക്കയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എക്സാമിന് വിടുന്നത്. ഏതൊരു ചോദ്യം കണ്ടാലും നമുക്ക് അപ്പം തന്നെ ഉത്തരം പറയാൻ പറ്റുന്ന രീതിക്ക് നമ്മളെ പഠിപ്പിച്ച് വിടുന്നുണ്ട്. പിന്നെ പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇവരുടെ ആഡിലൊക്കെ പറയുന്നുണ്ട് 100% പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോഴും പാസ്സായ കുട്ടികൾക്ക് പ്ലേസ്മെന്റ് അവർ കൊടുക്കുന്നുണ്ട്. അവർ കൊടുക്കാന്ന് വെച്ചാൽ അവർ നമ്മളടുത്ത് പറയും ഇന്ന സ്ഥലങ്ങളിൽ വേക്കൻസി ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇന്റർവ്യൂ വരെ നമ്മളെ അവർ എത്തിച്ചു തരും. പിന്നെ ഇന്റർവ്യൂവിൽ പോയി പെർഫോം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അതിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം കഴിവുണ്ടോ അത്രത്തോളം ഇരിക്കും നമുക്ക് കിട്ടുന്ന ജോലിയും ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ചിരിക്കും. അല്ലാതെ നമ്മൾ പഠിച്ച സ്ഥലത്തിന് കുറ്റം പറഞ്ഞിട്ടോ പഠിപ്പിച്ചവരെ കുറ്റം പറഞ്ഞിട്ടോ യാതൊരു കാര്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രയത്നിക്കണം. അല്ലാതെ വേറൊരാൾ നമുക്കത് കൊണ്ടുതരില്ല. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഏത് സ്ഥലമായാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിന് ഇറങ്ങിത്തിരിക്കണം. അതുപോലെ തന്നെ അവർ നമ്മളടുത്ത് പറയും, അവർ നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ വേണം അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഇന്റർവ്യൂവിന് പോയി അത് അടിപൊളി പ്രസന്റ് ചെയ്ത് നമുക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതല്ലാതെ അവരുടെ ഉത്തരവാദിത്തമല്ല. അവർ നമുക്ക് 100% പ്ലേസ്മെന്റ് തരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ ജോലിക്ക് ആക്കി തരുന്നില്ല. അവർ നമ്മളടുത്ത് പറയും ഇന്ന സ്ഥലങ്ങളിൽ ഒഴിവുണ്ട്, ഇന്റർവ്യൂവിന് പോവാം. ഇന്റർവ്യൂവിനുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് സെറ്റാക്കി തരും. അവിടെ പോയി പെർഫോം ചെയ്ത് നമ്മുടെ കാര്യം സ്റ്റേബിൾ ആക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ് കേട്ടോ. അതിനൊരാളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ISST കുഴപ്പമില്ല. നമുക്ക് പഠിക്കാനും ഒരു ഓൺലൈൻ കോഴ്സായിട്ട്, ഞാനിപ്പോൾ ഓൺലൈനായിട്ട് തന്നെയാണ്, ഡിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മുടെ ഡിഗ്രി ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ
സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളൊക്കെ മുന്നേ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്നൊക്കെ ഉള്ളതിനേക്കാളും എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട് ISSDയുടെ ക്ലാസ്. കാരണം അത്രയ്ക്കും നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും. ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. അപ്പം നമ്മളതിൽ ചേർന്നു എന്ന് കരുതിയിട്ട് നമ്മുടെ പൈസ ഒരിക്കലും പോകുന്നില്ല. നമുക്ക് പഠിച്ചാൽ എന്തായാലും ജോലി കിട്ടും, അത് ഉറപ്പാണ്. അതിനനുസരിച്ച് പെർഫോം ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവർക്ക് മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് ഉള്ളത്. അതിലെല്ലാം മൺഡേ നമുക്ക് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് ഉള്ളത്. നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക, നമുക്കൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും അതുപോലെ തന്നെ ജോലി ചെയ്യുമ്പോഴൊക്കെ അവിടെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം മൺഡേയിലും ഉണ്ട് കേട്ടോ. ആ ക്ലാസ്സും അടിപൊളിയായിരുന്നു. നമുക്കെല്ലാം പഠിക്കാനും എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ആ ക്ലാസ് നമുക്ക് അത്രയും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിലവരൊക്കെ ഇങ്ങനെ പറയും ഒരുപാട് ആഡും കാര്യങ്ങളും കണ്ടിട്ട് അതിൽ പോയി ചാടണ്ട, അത് നല്ലതല്ല. എനിക്ക് കോഴ്സിൽ ചേർന്ന ഉടനെ അങ്ങനെ തോന്നിയിരുന്നു, അയ്യോ വേണ്ടായിരുന്നു, ചേരണ്ടായിരുന്നു, ഇത് പഠിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവും തോന്നില്ല. കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ അവർ പറഞ്ഞു തരുവാണല്ലോ എന്നൊക്കെ. പക്ഷെ പിന്നീട് പഠിച്ചു വന്ന് കോഴ്സ് കഴിഞ്ഞ് ഇപ്പം ഞാൻ പറയുന്നു, ഈ കോഴ്സ് പഠിക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ്. കാരണം നല്ലൊരു ജോലിയാണ്. നമ്മുടെ ഹോസ്പിറ്റൽ ഫീൽഡിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ തന്നെ ഒരുപാട് ജോലി സാധ്യതകൾ ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു വരുന്ന കുട്ടിക്ക് അതിൻ്റെതായ രീതിയിൽ അവിടെ പോയി ജോലി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും നമ്മുടെ സാലറി കാര്യങ്ങളൊക്കെ. നമുക്ക് കിട്ടുന്ന വേക്കൻസികളും കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. അതിപ്പോൾ നമുക്കവർ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. പക്ഷെ പെർഫോം ചെയ്യേണ്ടത്, അതെപ്പോഴും ഞാൻ എടുത്തെടുത്ത് പറയാണ്, പെർഫോം ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ പഠിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കാനൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴുള്ള കാര്യങ്ങളും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒക്കെ പരിചയമുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് അവിടെ. ഞങ്ങളെ പഠിപ്പിച്ച മിസ്സിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരുപാട് ഫാക്കൽറ്റികളുണ്ട്. എന്നെ പഠിപ്പിച്ച മിസ്സ് അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ക്ലാസ് കാര്യങ്ങളൊക്കെ നല്ല ഉപകാരപ്രദമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് പറയല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. ഈ ഒരു കോഴ്സ് ഒരിക്കലും തെറ്റായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഞാൻ പഠിച്ചത് നന്നായി തന്നെയാണ് തോന്നുന്നത്. 4 മൊഡ്യൂളിൻ്റെ എക്സാമുകളൊക്കെ അടിപൊളിയായിരുന്നു. ഒക്കത്തിലും പാസ്സായിട്ടുണ്ട്. അത് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻ്റർനാഷണൽ ലെവൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള എക്സാം എഴുതാൻ പറ്റുള്ളൂ. അത് എഴുതാൻ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 26-ാം തീയതിയാണ് എനിക്ക് എക്സാം വരുന്നത്. ഇതുവരെയുള്ള മൊഡ്യൂളിലെ എക്സാം പോലെയല്ല, അത് കുറച്ച് ടഫായിരിക്കുന്നതാണ് പൊതുവെ എല്ലാവരും പറയുന്നത്, മിസ്സുമാരും കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് പുറത്തുനിന്നും വരും ക്വസ്റ്റ്യൻസ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊന്നും കൂടെ പഠിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ പല വീഡിയോസിലും പല കാര്യങ്ങളായിരിക്കും പറയുക, പലരുടെ അനുഭവങ്ങളായിരിക്കും പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഞാനിപ്പോൾ 2023 ഡിസംബർ ബാച്ച് ആയിരുന്നു എൻ്റെ കോഴ്സ്. ഇത് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. 6 മാസത്തെ കോഴ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ചേരുമ്പോൾ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ പോലെയല്ല ഈ കോഴ്സ് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.